ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ സുസ്മിതയുടെ ചിറ്റപ്പൻ ചന്ദ്രബോസ് ജഗദീപ് കുമാറിനെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ജഗദീപ് കുമാറിനെ ചിറ്റപ്പൻ വഴക്ക് പറയുന്നുണ്ട്. നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ജഗദീപ് ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഈ കോൾ ഒന്ന് സംസാരിക്കാനെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, ഞാനതൊന്നും സംസാരിക്കത്തില്ല, എന്നെ ഭീഷണിപ്പെടുത്താമെന്നൊന്നും ആരും കരുതണ്ട, ഞാൻ നിന്നെ ഇന്ന് ശരിയാക്കിയിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ജഗദീപ് ഇപ്പോൾ വനിതാ പോലീസുമായി ചന്ദ്രബോസിനുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ബന്ധം ഭാര്യയെ അറിയിച്ചു കൊടുക്കും, ഭാര്യയാണ് ലൈനിലുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, നീ ഒരു ക്രിമിനൽ അല്ലേ, നീ പറഞ്ഞാൽ എന്റെ ഭാര്യ വിശ്വസിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ജഗദീപ് കുമാർ പറയുന്നുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്, എന്റെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഉള്ള തെളിവിനെ കുറിച്ചൊക്കെ ജഗദീപ് കുമാർ വിശദമായിട്ട് പറയുന്നു. അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് കുറച്ച് ഞെട്ടിപ്പോകുന്നുണ്ട്. ജഗദീപ് കുമാറിന്റെ വഴിക്കാണെങ്കിൽ ചന്ദ്രബോസ് വരുന്നു. അതിനുശേഷം വെളിയിൽ വന്നിട്ട് സുസ്മിത വഴക്ക് പറയുന്നുണ്ട്. സർലയോട് പറയുന്നുണ്ട്, സുസ്മിത ശരിയായ രീതിയിൽ വളർത്തണം, അവൾ ആദ്യ വിവാഹവും ഇതുപോലെ പ്രശ്നമുണ്ടാക്കി, ഇപ്പോഴത്തെ വിവാഹവും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ജഗദീപ് നല്ല പയ്യനാണെന്നൊക്കെ പറയുന്നു. സുസ്മിതയും സർലയും വിചാരിക്കുന്നുണ്ട് ചന്ദ്രബോസിന് എന്താണ് പറ്റിയെന്നൊക്കെ. സുസ്മിതയാണെങ്കിൽ ചിറ്റപ്പൻ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രബോസ് ആണെങ്കിൽ പിടികൊടുക്കുന്നില്ല, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടനെയും പിള്ളയുമാണ്. അവിടേക്കാണെങ്കിൽ ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് സത്യാമ്മ വിളിച്ചിട്ട് വന്നതാണെന്നൊക്കെ. സത്യാമ്മയും വിഷ്ണു ശാലിനിയും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, സത്യാമ്മ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, ശാലിനിയെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഓൾറെഡി ഡോക്ടർ പരിശോധിച്ചതാണല്ലോ ശാലിനി, ആ ഡോക്ടർ തന്നെ പരിശോധിച്ചാൽ പോരെന്നൊക്കെ ചോദിക്കുന്നു. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പരിശോധിച്ചെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ഇപ്പോഴേ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒന്നും വന്നതല്ല, ഞാനൊന്ന് ചെക്കപ്പിന് വേണ്ടി മാത്രം വന്നതാണെന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, വിഷ്ണുവിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ, ഭാര്യമാർ ഗർഭിണിയായിരിക്കുമ്പോൾ, വിഷ്ണുവിനും അത് തന്നെയാണ് പ്രശ്നം, ഡോക്ടർ പരിശോധിച്ചോളാം എന്നൊക്കെ പറയുന്നു. ഡോക്ടർ ശാലിനിയും കൂട്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ. ശാലിനിയെ ബെഡിൽ കിടത്തുന്നു. അതിനുശേഷം ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങുന്നു. ശാലിനിയും ഒരുപാട് ടെൻഷനിലാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് പോകാൻ തുടങ്ങുമ്പോൾ പുറകെ സർലയും ചെല്ലുന്നുണ്ട്. സർലയാണെങ്കിൽ ചന്ദ്രബോസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ബോസിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ചിന്തിച്ചതെന്നൊക്കെ പറയുന്നു. ജഗദീപ് കുമാർ എന്തെങ്കിലും പൈസ ഓഫർ ചെയ്തോ, അതിനെക്കാട്ടി 10 ഇരട്ടി പൈസ ഞാൻ തരാം, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഇല്ലാതാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട്. സർല പറയുന്നത് കേട്ടിട്ട് ചന്ദ്രബോസ് പറയുന്നുണ്ട്, ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റാത്ത വിഷയമാണ്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തതെന്നൊക്കെ പറയുന്നു. സർല വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പോൾ ചന്ദ്രബോസ് വീഡിയോ കാര്യമാണ്, അവന്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് പറയുന്നത് കേട്ടിട്ട് സുസ്മിതയുടെ അമ്മ തെറ്റിദ്ധരിക്കുന്നു. സുസ്മിതയുടെ ഫോട്ടോസും വീഡിയോയും ജഗദീപ് കുമാറിന്റെ കയ്യിലുണ്ടെന്നാണ് സർല തെറ്റിദ്ധരിക്കുന്നത്. സുസ്മിത ജഗദീപ് കുമാറിന്റെ റൂമിൽ പോയി മയങ്ങിയ കാര്യമൊക്കെ സർല ഓർക്കുന്നു. ബോസ് അതിനെക്കുറിച്ചായിരിക്കും പറഞ്ഞതെന്നൊക്കെ സർല വിചാരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്